ലോക മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവത്തിലേക്ക് സ്വാഗതം. സ്വാഗതം കോമഡി ഉത്സവത്തിലേക്ക്. ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നു മടവൂർ ബാസിനഗർ റെസിഡൻസ് അസോസിയേഷൻ. വെൽക്കം. ഒപ്പം പന്തളത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങാനായി കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. തിരിച്ചേട്ടൻ, പ്രചോദേട്ടൻ, എന്താണെന്നറിയോ, ഈ സെറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. വില കൊണ്ടാണ് അത്. ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. അത് പോരാ, 2 കിലോ കൂടെ കൂടുതൽ വേണോ? നോബി, കുറച്ച് നാളായല്ലോ കോമഡി ഉത്സവത്തിൽ കാണാതായിട്ട്. അതെ. എവിടെയായിരുന്നു? ടമാർ പടാറിലായിരുന്നു. ഷൂട്ടിലായിരുന്നു. ഏതാണ് ഇപ്പൊ പടം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസ് ഉള്ളത് ഫ്രഞ്ച് വിപ്ലവം. സണ്ണി വെയിൻ നായകനായിട്ടുള്ള പടം. ഇന്ന് നോബി ഇവിടെ കിട്ടിയതിനകത്തൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നോബിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഷൂട്ട് ചെയ്യുന്ന ഈ ദിവസത്തിന്റെ തലേ ദിവസം നോബിയുടെ ബർത്ത്ഡേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നോബി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ 50 വയസ്സ് തേക്കുന്ന നോബിക്ക് കേക്ക് തരാം 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 തരാം. ചെവിയിൽ വന്നിട്ട് കേക്കില്ല ഇന്ന്. 50 വയസ്സല്ലേ? 50 അല്ല, 47. അപ്പോ ഏതായാലും ഇവര് 3 പേര് ഇരിപ്പിടങ്ങളിലേക്ക്. ചേട്ടാ, നോബി ഇത്രയും മതിയല്ലോ അല്ലേ പറഞ്ഞ? നോബി എടുത്ത് കൊണ്ടുപോയിക്കോളൂ. ഞങ്ങള് ഇതൊക്കെ നമ്മുടെ എന്താ പറയാ, എന്റെ ഗുരുക്കന്മാരല്ലേ രണ്ടുപേരും. രണ്ടുപേരും എന്റെ കൈ പിടിച്ചോ. കാര്യം കർക്കിടക മാസമാണ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം presented by Damro, co-presented by Bismi, powered by Sunitra Mattress, V-Star, Bahar, North Republic Shirts, driven by Hero Maestro. ഇനി വരാൻ പോകുന്നത് മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് വരാൻ പോകുന്നു വിപിൻ ചന്ദ്രൻ and മനു സാഗർ. മനുവിന്റെ വീട്? എൻ്റെ വീട് തിരുവാങ്കുളം. തിരുവാങ്കുളത്താണ്. ശരി. എന്ത് ചെയ്യുന്നു മനു? ഞാൻ ഒരു പ്രൊഫഷണൽ സിംഗറാണ്. ആ ലുക്കെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ലുക്ക് ഉണ്ട്. ഇപ്പോൾ കോമഡി ഉത്സവത്തിൽ വരണമെന്ന ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളായിട്ട് മിമിക്രി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ച് ഗായകരുടെ ശബ്ദം, പിന്നണി ഗായകരുടെ ശബ്ദം. ആരൊക്കെയാണ് ലിസ്റ്റില്? ഞാൻ കുമാർ സാനു സാറ്, പിന്നെ മധു ബാലകൃഷ്ണൻ ചേട്ടൻ, ബിജു നാരായണൻ ചേട്ടൻ്റെ 2 വേരിയേഷൻ. ഓ വെരി ഗുഡ്. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എങ്ങനെ പോകുന്നു പരിപാടികളൊക്കെ? ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നു. ആരൊക്കെ ലിസ്റ്റിൽ? അനൂപ് ചന്ദ്രൻ, സഖാവ് VS അച്യുതാനന്ദൻ, ശ്രീനിവാസൻ. നമ്പറിലേക്ക് ഇടാം മനു. നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. ഓ എന്റെ പൊന്ന് സോമാച്ച, എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. വിപിനെ നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. അജിത് ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വെച്ച് ഒന്നും പറയണ്ട, വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മനു അടുത്ത നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. മേലിൽ ഇവിടെ കണ്ടുപോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് ഇതിന്റെ തലക്കെട്ടിയായിരിക്കും. അങ്ങനെ ഓക്കെ. വിപിന്റെ നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ബിജു നാരായണൻ ഇവിടെ വരുവേ കേട്ടോ. ആദ്യം ഇദ്ദേഹം ട്രൈ ചെയ്യട്ടെ. കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം. അല്ലല്ല, ഇതുപോലെ ഇത് ശരിയായിട്ടില്ല. താളം മാറ്റണം, രാഗം മാറ്റണം, എല്ലാം മാറ്റണം. സപ്തസ്വരങ്ങളുണ്ടല്ലോ, നമുക്ക് അത് തന്നെ പിടിക്കാം. നമുക്ക് ഭൂപാളം ഭൂപാളം എന്ന് പിടിച്ചു നോക്കും. കൊള്ളാം. അപ്പൊ ബിജു നാരായണ 2 വേരിയേഷൻ അല്ലേ? 2 വേരിയേഷൻ. ആദ്യം ഒരു ആൽബത്തിൽ പാടിയായിരുന്നു ബിജു നാരായണൻ ചേട്ടൻ. അപ്പൊ ആ ആൽബത്തിലെ സോങ്. ഓക്കെ. ഇഷ്ടം
കൂട്ടമാണെന്നാദ്യം ചൊല്ലിയതാരാ അറിയില്ല ഞാനോ നീയോ മറക്കാൻ കഴിയില്ല എന്നാദ്യം അറിഞ്ഞതും അറിയില്ല നീയോ ഞാനോ ആദ്യാനുരാഗാനമേ മോഹമേ പിരിയില്ല ഞാൻ. Thank you. കലക്കി. അപ്പൊ അടുത്ത വേരിയേഷൻ ഇവിടുത്തെ ജയസൂര്യ ചേട്ടൻ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ. ദൂരെ ദൂരെ ഇതൾ വിരിയാനൊരു സ്വപ്നം കാത്തു നിൽക്കുന്നോ ജാലകം തുറക്കും കാറ്റിലൂടകലേ കണ്ടു തിരിനീട്ടി മനത്തൂകും പുഞ്ചിരി മിണ്ടായം എന്തോ ഇനി എന്തോ മനത്തൂകും നല്ലൊരു പൂത്താലം. സൂപ്പർ. അപ്പൊ ഇനി നമ്പർ മനുന്റെ ലാസ്റ്റ് നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. നോബി എന്താടാ ഇത്? വിപിനെ നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. അമിതാഭ് കോൺ ബറേഗ കോട്ട്പതി. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ തിരിച്ചടാ. 3 നമ്പർ കഴിഞ്ഞു. രണ്ടുപേരുടെ നമുക്ക് സ്വാഗതം ചെയ്യാൻ തിരിച്ചല്ലേ. അപ്പോ വിപിന്റെ ലിസ്റ്റിൽ ഒന്നും എടുത്തിട്ടില്ല ഇവര് അല്ലേ? ഒന്നും എടുത്തില്ല. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലേ? ആദ്യമായിട്ട് അനൂപ് ചന്ദ്രൻ. അനൂപ് ചന്ദ്രൻ. എന്റെ മാണി സാറേ, പ്ലീസ് ആരുടെയും കൈ കാലി പിടിച്ചിട്ടായാലും ആ സ്ഥാനത്ത് ഇരുന്നേക്കണേ. ഒരിക്കലും ഒഴിഞ്ഞ് കളയരുത്. ജനാധിപത്യത്തെ നാണം കെടുത്തരുത്. പ്ലീസ് പ്ലീസ്, എന്റെ ഒരു അപേക്ഷയാണ്, അങ്ങ് സഹായിക്കണം. ഓ താങ്ക് യു. സൂപ്പർ. അടുത്തത് സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു പ്രസംഗമാണ്. നിങ്ങളെ ഇതേപോലുള്ള ആക്രമണങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേരെ എടുക്കരുത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ നല്ല ചുണയും തൻ്റെ ഇടവുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണുള്ളത്. ഒരടിയടിച്ചാൽ പകരം 3 അടിയടിക്കാനുള്ള കെൽപ്പ് ഇന്ന് ഈ ജനങ്ങൾ കൊണ്ടെന്ന് മനസ്സിലാക്കണം. താങ്ക് യു. ഓ സൂപ്പർ. താങ്ക് യു. അടുത്തത് ശ്രീനിവാസൻ ചേട്ടന്റെ തേൻമാങ്കൊമ്പത്തിലെ ഒരു വോയിസ്. കൊയിലിനെ കൊണ്ട് നാട്ടുകൂട്ടത്തെ ഓ പറയും ഓക്ക് കേർപ്പാൻ ആളാരാ നാട്ടുകൂട്ടം ചോദിക്കും. ആള് മറ്റാരുമല്ല മാണിക്കനാന്നോള് പറഞ്ഞാൽ മതി. ഒരു പെണ്ണങ്ങനെ പറയുമ്പോൾ നാട്ടുകൂട്ടം ഓളെ കൂടെ നിൽക്കും. മാണിക്കനോട് ഓളെ കെട്ടാൻ പറയൂ, ഓൻ കേൾക്കൂല. അപ്പോൾ നാട് വിട്ട് ഓടാൻ പറയും നാട്ടുകൂട്ടോ, ഓനോടും. മാണിക്കൻ ഓടിപ്പോയാൽ കൊയിലി പെണ്ണ് പഴച്ചവളായില്ലേ അമ്പ്ര, അതുകൊണ്ട് ഓളെ കെട്ടാൻ ആരും വരൂല. പഴച്ചവളല്ലാതെ ഞാക്കറിയാല. അപ്പോൾ ഞാൻ പോയി ഓളെ കെട്ടു. താങ്ക് യു. സൂപ്പർ. അപ്പൊ ഇനി പാട്ടുകളിലേക്ക് കിടക്കാം. മനു, ഇനി 2 പേരുണ്ട് അല്ലേ? കുമാർ സാനു. 2 പേരാണ്. കുമാർ സാനു. കുമാർ സാൻ സാറിന്റെ വോയിസ്. मैं दुनिया बुला दूंगा तेरी चाहत में, मैं दुनिया बुला दूंगा तेरी चाहत में. वो दुश्मन जमाना मुझे ना बुलाना, मैं खुद को मिटा दूंगा तेरी चाहत में. അടുത്തത്
മധുബാലകൃഷ്ണൻ ചേട്ടൻ്റെ വോയിസ്. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ ഒരു യാത്രികനീ വഴി പോകിനമോ ഒരു കാൽപ്പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണ മനസ്സിലൊരു തിരീരൻ തൂവിരൽ തൊട്ടൊഴിയൂ. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ. താങ്കളുടെ മൂന്നും നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എനിക്ക് ശ്രീനേട്ടൻ്റെ ആണ് ഇഷ്ടപ്പെട്ടത്. BS-ന് ഇത്തിരി വളവ് കൂടി പോയോ ഒരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളെപ്പോഴും കാർട്ടൂൺ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പാട്ടിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകരെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. കാരണം തൃശ്ശൂരിൽ നിന്നൊരു വലിയ സംഗീതജ്ഞൻ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ദാസേട്ടൻ അനുകരിക്കുന്നത് കേട്ടിരുന്നു, അപ്പോൾ നിങ്ങൾ ദാസേട്ടൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാം, ശാസ്ത്രീയ സംഗീതത്തെ ലളിത സംഗീതവുമായിട്ട് സമന്വയിപ്പിച്ച ഒരു വലിയ മഹാനാണ്. അപ്പോൾ അതെന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് ഒരാളെ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പുകഴ്ത്തേണ്ടത്. ഇപ്പം മിഥുൻ അത് പറയുമ്പോൾ, അല്ലെങ്കിൽ ടിനി ടോം അതിനെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾക്ക് കുറച്ച് മ്യൂസിക് സെൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളിവിടെ സംഗീതവുമായിട്ട് താരതമ്യം ചെയ്തിട്ടല്ല, സംഗീതത്തെ അങ്ങനെയല്ല നമ്മളത് താരതമ്യം ചെയ്യുന്നത്. മിമിക്രിയുടെ, അതായത് അതുമായിട്ട് സാമ്യമുള്ളൊരു ശബ്ദം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് ദാസേട്ടനെ ഒന്നിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു നിഴൽ പോലും ആർക്കും സാധിക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് പകരം വെക്കാൻ ദാസേട്ടനേ ഉള്ളൂ. ഇവിടെ ഉള്ളതെല്ലാം ശ്രമങ്ങളാണ്. ആ ശബ്ദവുമായി സാമ്യത ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. അപ്പൊ ആ അനുഗ്രഹം കിട്ടിയ കുറച്ച് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ കിട്ടി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം. അപ്പോൾ ഒരുപാട് സംഗീതജ്ഞർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വിമർശനം പറഞ്ഞു, നിങ്ങൾ ദാസേട്ടനായിട്ട് താരതമ്യം ചെയ്യരുത്. നമ്മൾ താരതമ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപമാനിക്കാനല്ല, അനുകരിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന് അപമാനിക്കാൻ ഒരു ശ്രമവും തീർച്ചയായില്ല. ഇപ്പൊ ലാലേട്ടനെ അനുകരിച്ച് എല്ലാവരും ചരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അത് ലാലേട്ടനെ ഒരിക്കലും അപമാനിക്കാനല്ലോ, അത്ര കണ്ട് മനസ്സിലേറ്റിട്ടല്ലേ ചെയ്യണേ. അപ്പോ ഇപ്പൊ പാടിയതും നമ്മൾ പറയും, ഓ ഇത് കറക്റ്റ് ഇതായിരുന്നു എന്ന് പറയുന്നില്ല. പക്ഷെ അതുമായിട്ട് സാമ്യമുള്ള ഒരു ശബ്ദം, അതുമായിട്ട് അടുത്ത് നിൽക്കാൻ എത്തുന്ന ഒരു ശബ്ദം. നക്ഷത്രമാവാൻ നമുക്ക് കഴിയില്ല, വീട്ടിലൊരു നക്ഷത്രം തൂക്കാലോ നമുക്ക്, അല്ലേ? അപ്പൊ അതില് നിങ്ങൾ മികച്ചതായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. അല്ലാണ്ട് നിങ്ങൾ കുമാർ സാനുവായി അതിനെ കവച്ചു വെച്ചു എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. അതിനെ അനുകരിക്കാനുള്ള ഒരു ശ്രമം, അതിനൊരു ആഗ്രഹം, നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അത് ജനങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാവർക്കും സൂപ്പർ സ്റ്റാർസ് ആവാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ താങ്കൾ മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. 3 പാട്ടുകൾ ബിജു നാരായണൻ്റെയും കുമാർ സാനുവിൻ്റെയും അതുപോലെ തന്നെ മധുവിനെ മനോഹരമായിട്ട് അനുകരിച്ചു. രണ്ടുപേരും ഗംഭീരമായി. നമ്മൾ എടുത്തു പറയുന്നത്, നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ വലിയ 5 സ്റ്റാർ ഹോട്ടൽ കാണും, സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞ ചെറിയ കടകൾ കാണും. അപ്പോൾ അവിടെ കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞ പോലെ മനോഹരമായ ഒരു വീട്ടിലെ ഊണിൽ നിന്നും നല്ല ഭക്ഷണം കഴിച്ചൊരു പ്രതീതിയാണ് രണ്ടുപേരും ഞങ്ങൾക്ക് തന്നത്. താങ്ക് യു വിപിൻ. ഞാനിപ്പം നമ്മുടെ ഈ 3 പേരുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ സാധാരണ മിഥുൻ അവിടെ എന്ന് പറയും, ടിനിച്ചേട്ടാ 3 പേരുടെ നമ്പർ കഴിഞ്ഞു എന്ന് പറയും. പക്ഷേ ഇന്ന് ഈ ട്രോൾ ഇട്ടിട്ട് ടിനിച്ചേട്ടാ 2 പേരുടെയും കഥ കഴിഞ്ഞു എന്ന് പറയുന്നതായിരുന്നല്ല. കാര്യം ട്രോൾ ഇട്ട് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ആ ഫേസിൽ കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അനൂപ് ചന്ദ്രൻ ഉൾപ്പെടെ വന്ന് VSRനെയും അതുപോലെ ശ്രീനേട്ടനെയും ചെയ്തപ്പോൾ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ 100% പെർഫെക്ഷനായിരുന്നു. അത്ര ഗംഭീരമാണ്. അപ്പം മനു, ബിജു നാരായണനും അതുപോലെ പാടിയ 3 സിംഗേഴ്സും വളരെ ഗംഭീരമായിരുന്നു. 2 പേർക്കും സംശയമില്ല, ഒരുപാട് വേദികൾ കിട്ടും, യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഗംഭീരമായിരുന്നു കേട്ടോ. അനൂപ് ചന്ദ്രൻ്റെ ഒക്കെ കറക്റ്റ് നമുക്ക് എപ്പോഴും സംസാരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവും. ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ആ ലൈവ് വോയിസ് ഒക്കെ അങ്ങനെ ആരും ചെയ്യാറില്ല, അത് ഗംഭീരമായിരുന്നു. മനു ഇനിയിപ്പോൾ ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ മനു സ്റ്റേജ് പെർഫോമൻസിന് പോകുമ്പോൾ ആൾക്കാർ പാടിപ്പിക്കും. കുമാർ സാറിൻ്റെ വോയിസിൽ പാടാൻ പറയും. ഗംഭീരമായിരുന്നു. രണ്ടുപേരും അടിപൊളിയായിരുന്നു. 2 പേർക്കുള്ള സമ്മാനം നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ടും V-സ്റ്റാറിന്റെ സമ്മാനവും. ഈസ്റ്റേൺ
Golden Comedy Utsavam presented by Damro, co-presented by Bismi, powered by Sunitra Mattress, V-Star, Bahar and North Republic Shirts and driven by Hero Maestroil. ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരാൻ പോകുന്ന ടീം ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കലാഭവൻ മണിയോടുള്ള ആരാധക സ്നേഹത്താൽ രൂപീകരിച്ച ഒരു കലാസംഘം മണിഗൃഹം. സുധി എന്ന കലാസ്നേഹിയുടെ നേതൃത്വത്തിലാണ് ഈ കലാസമിതി അതിന്റെ പടയോട്ടം തുടരുന്നത്. സ്വന്തം നാട്ടിൽ അധികമാർക്കും അറിയാത്ത കഴിവുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകി കലാവേദികളുടെ മുന്നിലെത്തിക്കുക എന്ന സദുദ്ദേശമാണ് സുധി നയിക്കുന്ന മണിഗൃഹത്തിനുള്ളത്. 33ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഈ കലാകൂട്ടായ്മ നാടൻ പാട്ടുകളിലും മറ്റ് തനത് കലാരൂപങ്ങളിലും ശ്രദ്ധയൂന്നി മുന്നോട്ട് കുതിക്കുകയാണ് ദിനംപ്രതി. മണിഗൃഹത്തിലെ കലാകാരന്മാർക്ക് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം.
മൊത്തത്തിൽ ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാല്ലേ. രഞ്ജേട്ടാ, പ്രജോട്ടാ, നോബി, നമ്മുടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഒന്നിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് എളുപ്പമാവില്ലല്ലോ. പലതരക്കാരെ ഒരേ രീതിയിൽ ഇത്രയും എനർജിയോടുകൂടി അവരെ കളിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഇതിന്റെ പുറകിൽ ഒരാളുണ്ട് അല്ലേ? ആരാണ് അദ്ദേഹം? ഞങ്ങളുടെ പ്രിയപ്പെട്ട സുധി. സുധി. സുധി സുധി നിങ്ങളെ മാത്രമല്ല നമ്മുടെയും പ്രിയപ്പെട്ടതാണ്. സുധി, നേരത്തെ ഞാൻ അജിത്തിനെയും അതുപോലെ തന്നെ മണിരാജിനെയും ഇവിടെ എത്തിച്ചു. അതിനുശേഷം ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നന്നായാൽ അല്ലെങ്കിൽ ഒരു സമൂഹം നന്നായാൽ നാട് നന്നാവും, മൊത്തത്തിൽ നന്നാവും എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ പലരും കുടുംബ പശ്ചാത്തലം ഇന്നേക്കാൾ മോശമാണ്. അപ്പോൾ ഇവരൊക്കെ കോർത്തിറക്കി ഇവർക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു സംരംഭം തുടങ്ങിയതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് എൻ്റെ നാടിനെ ഏതൊക്കെ രീതിയിൽ എനിക്ക് ഉയർത്താൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സുധിയും മണിഗ്രഹവും എനിക്ക് തോന്നുന്നു ഈ കേരള സംഗീത നാടക അക്കാദമിയുടെ വേദിയിൽ പോലും കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ച അത്ര കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ തുടങ്ങിയപ്പോൾ ഈ കാനന ഭംഗിയുള്ള ഒരു സൗന്ദര്യമുള്ള ഒരു നൃത്തമായിരുന്നു തുടക്കത്തിൽ അല്ലേ? ഈ നമ്മൾ സിനിമകളിലൊക്കെ കാണാറുള്ള ഈ കാനന സുന്ദരികളുടെ നൃത്തത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിൽ നോക്കുമ്പോൾ നമുക്ക് നാടൻപാട്ടുകൾ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ റിതം സൈഡ് തകർത്ത് ഒരു ഗ്യാപ്പ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ ഈ തെയ്യങ്ങൾ, അത് യഥാർത്ഥത്തിൽ നമുക്കൊരു ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഡയറക്ടറിൻ്റെ ഒരു കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെ കുരുത്തോലം പിന്നെ മയിലിന്റെ പീലികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട്. ഇത് ആരാണ് ചെയ്തിരിക്കുന്നത്? ഈ ആർട്ട് ഡയറക്ഷൻ ആരാണ്? കോസ്റ്റ്യൂം ഡയറക്ഷൻ എല്ലാം ബാലേന്ദ്രമേനോനാണ് ഇവിടുത്തെ. അപ്പോൾ നല്ലൊരു സംഘാടകനാണ്. അല്ലെങ്കിൽ ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ സാധിക്കില്ല. പല കലാരൂപങ്ങൾ ഒരുമിച്ച് സമന്വയിപ്പിച്ച് കോമഡി ഉത്സവത്തിൽ എത്തിച്ചതിന് അഭിനന്ദനം. പ്രജോട്ടാ, ഇതിനെ തീർച്ചയായിട്ടും നമുക്ക് ഈ ബാഹുബലി സിനിമ കണ്ടപ്പോൾ അതിൽ ബാഹുബലിയുടെ യുദ്ധ സൈനികരും അല്ലെങ്കിൽ മറ്റേ കാലകേനുമായിട്ടുള്ള യുദ്ധം ഉണ്ടായിരുന്നു. അതില് ഈ ബാഹുബലി കാലകേന്റെ ടീമിനെ പൊളിച്ചടുക്കി കളഞ്ഞു. ആ ഒരു ബാഹുബലിയുടെ യുദ്ധ സൈന്യ ടീമാണ് ഇന്ന് നമ്മുടെ ഈ ഫ്ലോറിൽ നിൽക്കുന്ന ഒരു പ്രതീക്ഷ. കാരണം അതിന്റെ രാജമൗലിയാണല്ലേ? അതെ, അതിന്റെ രാജമൗലിയാണ് നമ്മുടെ സുധി എന്ന് പറയുന്നത്. ശരിയാണ്. കാര്യം സുധി ആദ്യം പറഞ്ഞ പോലെ സ്വന്തം ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് നിങ്ങൾ ഇത്രയും ആൾക്കാർ. ഈ നാട് നന്നായാൽ നമ്മുടെ ഈ ലോകം നന്നാവുമെന്ന് പറയുന്ന പോലെ നിങ്ങളെല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വേദികൾ കിട്ടട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിരുന്നു. കാര്യം മണ്ണിൻ്റെ മണമുള്ള പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഒരു എനർജി ഫീൽ ചെയ്യും നമുക്ക്. അത് പെരുവിരൽ മുതൽ നമ്മുടെ തലവരെ ഉച്ചവരെ പെരുക്കുന്നതാണ് നാടൻ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ മണിഗ്രഹം ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ എടുത്തു പറയാം, ഫസ്റ്റ് പാട്ട് ആ പാട്ട് പാടിയപ്പോൾ ടിനിയണ്ണ ഇവിടെ നിന്നോട് പറഞ്ഞു ആ പാട്ടായിരിക്കും എന്ന് പറഞ്ഞു. സെയിം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴേ ടിനിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു മറ്റേ താനേ തന്നാനേ അതുണ്ടാവും. അതേപോലെ കറക്റ്റ് അത് തന്നെ പാടി. പക്ഷേ ഇത്രയും മെയിൽ സിംഗേഴ്സ് ഉണ്ടായിരുന്നു, ഒരൊറ്റ ഫീമെയിൽ സിംഗറിന്റെ കയ്യിൽ മാത്രമേ മൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. ഇദ്ദേഹമല്ലേ? അതെ അതെ അതെ. ബാക്കി എല്ലാവരും പാടി, പക്ഷെ സുകന്യ കലക്കി. ബാക്കി എല്ലാവരും പാടി, പക്ഷെ അദ്ദേഹത്തിനായിരുന്നു മൈക്ക്. പക്ഷെ ഭയങ്കര എനർജി ആയിരുന്നു, അടിപൊളിയായിരുന്നു, ഗംഭീരമായിട്ട്. സുധീഷേ, ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് പരിപാടികൾ കിട്ടട്ടെ, അനുഗ്രഹം കിട്ടട്ടെ. ഇപ്പൊ ഇവർക്കുള്ള സമ്മാനം നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ടും ബി സ്റ്റാറിന്റെ സമ്മാനവും. Eastern Comedy Ulsam presented by Damro, co-presented by Bismi, powered by Sunitra Mattress, V-Star, Bahar and North Republic Shirts, driven by Hero Maestro. വരാൻ പോകുന്നത് സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിന് വരുന്നു അഖിൽ. ആർക്ക് വേണ്ടി അഖില് സ്പോട്ട് ഡബിംഗ്? ജിനു ജോസഫിനും ദുൽഖറിനും കൂടെ. ആഹാ, രണ്ടുപേരും കൂടി ഒരുമിച്ച് നമ്മുടെ CIA കലക്കി. സ്പോട്ട് ഇവിടെ വിഷയമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നീ ഒരെണ്ണം അടിച്ചേ. വേണ്ട ഏട്ടായി, കള്ളു കുടിക്കാനും വേണ്ട സന്തോഷമൊക്കെ. ഇവൻ്റെ ഇരിപ്പ് കാണുമ്പോഴാ എടാ ഞാനും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പണ്ട് 97 റബ്ബറിൻ്റെ വില 24 അപ്പോൾ ഒറ്റത്തിടന്ന 3-4 വണ്ടി ബാങ്കുകാരും ഉണ്ട്. പ്രേമിച്ച പെണ്ണിനെ വല്ല നാട്ടുകാരനെ കെട്ടിക്കൊണ്ടും പോയി. ആളിവിടെ കാലിഫോർണിയയിൽ എവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ തോറ്റോടാ. ഒറ്റയ്ക്ക് നല്ല അന്തസ്സായിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്.
മാത്യുച്ചായന അജിയ നിനക്കറിയോ? പറ്റിപ്പോയപ്പാ. ഇത് അറിഞ്ഞിട്ടെങ്കിൽ ഞാനും കൂടി വരില്ലായിരുന്നു. അത് നിനക്കാര് പാസ്വേഡ് വരാനാ? പിന്നെ ജോമനെ, നീ ആസോട്ടിൽ വരുമ്പോൾ ഒരു ബെഞ്ച് ബുക്കിട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെക്കുവാന്നേ. ഞാൻ നിന്നോടൊരു കാര്യം പറട്ടെ. ഏട്ടേ പറ. ഒരിക്കലും നമ്മുടെ ആദ്യത്തെ പ്രണയം സക്സസ് ആവരുത്. സക്സസ് ആയ ജീവിതം അതുകൊണ്ട് തീർന്നു. ഈ വെള്ളം അടിക്കുന്ന രാത്രികളിൽ ടച്ചിങ് സോഡയൊന്നും ഇല്ലാത്തപ്പോൾ സാറാ മേരിക്കും എൻ്റെ മനസ്സിലോർത്ത് ഒറ്റ വലിയും വലിക്കും. നീ ജയിച്ചടാ മോനെ. നീ ജയിച്ചടാ മോനെ. തിരിച്ചടാ അഖിൽ. അല്ല, രണ്ടും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. ഒന്ന് ഭയങ്കര ഷില്ലിംഗ് ആയിട്ടുള്ള ട്രിബിൾ ടൈപ്പും, മറ്റത് ഭയങ്കര ബേസ് ആയിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചേഞ്ച് ഓവർ ചെയ്യാൻ തൊണ്ടയിൽ. അതല്ല, പുള്ളിയുടെ സൗണ്ട് ആദ്യമായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അത് വിജയിച്ചു, അതിൽ വിജയിച്ചു. അത് എപ്പോഴും കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൈഫ് ഉണ്ടാവണം, എന്നാലേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സീൻ എങ്ങനെയാണോ അതേ ലൈഫ് തന്നെ ഡബ് ചെയ്യുമ്പോൾ കിട്ടിയാലേ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 150% താങ്കൾ വിജയിപ്പിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇല്ല, നീ ജയിച്ചിടാന്നല്ല, നീ ഞെട്ടിച്ചിടാകില്ലെന്ന് തന്നെ പറയാം. ചിനി പറഞ്ഞ പോലെ ദുൽഖറിന്റെ ആ സീൻ കണ്ടപ്പോൾ നമുക്ക് അതിനകത്ത് പുള്ളിയായിട്ട് സംസാരിച്ചതിന് ശേഷം പുള്ളി ഒന്ന് ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ടൊക്കെ വരുന്ന ഒരു ഡബ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഫോൺ ഡബ് ചെയ്യുന്നതും ഫോണിൽ കൂടെ സംസാരിക്കുന്നവരെ എന്ത് രസമായിട്ട് ചെയ്തു. കാര്യം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അത് രണ്ടുപേരുടെ സൗണ്ട് നല്ല രസമായിട്ട് ചെയ്തു. അപ്പോൾ അഖിൽ, ഇനിയും ഈ പറഞ്ഞ പോലെ ഞെട്ടിക്കാൻ ഒരുപാട് വിഭവങ്ങളുമായി കോമഡി ഉത്സവത്തിൽ വരിക. ഓൾ ദി ബെസ്റ്റ്. അഖിലെ ഗംഭീരമായിരുന്നു കേട്ടോ രണ്ടും. ഓൾ ദി ബെസ്റ്റ്. അഖിലിനുള്ള സമ്മാനം നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട്, വി സ്റ്റാറിന്റെ സമ്മാനം. ഈസ്റ്റേൺ കോമഡി ഉത്സവം പ്രസന്റഡ് ബൈ ഡാംറോ, co-presented by Bismi, powered by Sunitra Mattress, We Star, Bahar and North Republic Shirts, and driven by Hero Maestro. ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരാൻ പോകുന്നത് ആരാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഗ്രൂപ്പിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. മലങ്കര മാർത്തോമാ സഭയാൽ 1990 സ്ഥാപിതമായ ആശാഭവൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളുടെ വളർച്ചയെ ലക്ഷ്യമിട്ടാണ് സ്ഥാപിച്ചത്. ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ 60ഓളം വിദ്യാർത്ഥികളാണുള്ളത്. ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയും പഠനകാര്യങ്ങളിലും കലാമികവിലും ഇന്ന് ഏറെ മുൻപന്തിയിലാണ്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി തുടങ്ങിയവയിലൂടെ തങ്ങളുടെ ശാരീരിക പരിമിതികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഈ കുട്ടികൾ നൃത്തം, മിമിക്രി, പാട്ട്, വിവര സാങ്കേതികവിദ്യ, ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ സാന്നിധ്യമറിയിക്കുന്നു. വെല്ലുവിളികൾക്കും ദുർവിധികൾക്കുമെതിരെ പതറാതെ പൊരുതുന്ന ആശാഭവനിലെ കുട്ടികളെ ചിരി ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ ജോജി കെ മാത്യു ആണ് ഇവരെ മൂന്നുപേരും കൊണ്ടുവന്നിട്ടുള്ള. അദ്ദേഹത്തിന് ഒരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന ഈ 3 താരങ്ങളെ കുറിച്ച് പറയണമല്ലോ ഫാദർ. നമുക്ക് ഈ അറ്റത്ത് നിന്ന് തുടങ്ങാം. ഇതാരാണ് ഈ സ്റ്റാർ? സുബി തോമസ്, എരുമേലിക്കാരിയാണ്. M.Com കംപ്ലീറ്റ് ചെയ്ത ആളാണ്. നടുക്കിരിക്കുന്ന ആളിലേക്ക് വരാം. ഇദ്ദേഹത്തിന്റെ കാര്യം എന്ന് പറയൂ. ചാൾസ്, ഏത് പാട്ട് കൊടുത്താലും അദ്ദേഹം നല്ല സുന്ദരമായി ബ്രേക്ക് ഡാൻസ് ചെയ്യും. ഇനി നടുക്കിരിക്കുന്ന ആളിലോട്ട് വരാം. വന്നപ്പോ തൊട്ട് ചിരി നിർത്തിയിട്ടില്ല അല്ലേ? ആരാണ്? ടോണി തോമസ്, കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പട്ടമലയാണ് വീട്. അദ്ദേഹത്തിന് ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ അല്പമെങ്കിലും ചലിപ്പിക്കാൻ കഴിയൂ. ആ കൈകൊണ്ട് പേന പിടിച്ച് എഴുതും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം നല്ല മെമ്മറി പവറുള്ള ആളാണ്. കമ്പ്യൂട്ടറിനേക്കാൾ കൂടുതൽ മെമ്മറി പവർ. ഞാൻ അതിൻ്റെ ഒരു ചെറിയ സംഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ തൊട്ട് ഇവരെയൊക്കെ എനിക്ക് പരിചയപ്പെടുന്നത് ഷായിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ട് ആദ്യം ഇവരെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹം വെളിയിരുന്നിട്ടേ ബസ്സുകൾ പോകുന്നത് ചുമ്മാ നോക്കും. ഈ ബസ് ഏത് നമ്പർ എത്ര സമയത്ത് പോയി എന്നുള്ളത് വൈകുന്നേരമോ അല്ലെ അടുത്ത ദിവസം ചോദിച്ചാൽ പോലും കൃത്യമായിട്ട് പറയും. നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം അല്ലേ? ഗ്രൂമിങ് സമയത്ത് ഇവിടെ വന്ന ആരെങ്കിലും ഒക്കെ പരിചയപ്പെട്ടായിരുന്നോ? എന്നിട്ട്
ആരൊക്കെയായിരുന്നു അത്? ഷിബു കുഞ്ചിറ, ഷിബു കൊഞ്ചിറ, പിന്നെ ഡയറക്ടറിനെ പരിചയപ്പെട്ടില്ലേ? പിന്നെ മിഥുൻ രാജൻ. മിഥുൻ രാജ് എന്നാക്കിയ മിഥുരാജ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ സൈഡിൽ നിന്ന് ഫോൺ നമ്പർ, ഫോൺ നമ്പർ, പേരും പറയുക, മലയാളത്തിൽ പറയണം. ഓക്കെ, പേര് പറയൂ. എൻ്റെ പേര് റോയ് വർഗീസ്. റോയ് വർഗീസ്. നമ്പർ 82 82 81 81 42 42 32 32 76. 26. ഓക്കെ, ഇനി അടുത്തത്. എൻ്റെ പേര് ഷാലു മാത്യു. ഫോൺ നമ്പർ 95 95 44 44 24 24 64 64 24 24. അവിടെ ജോജി വെച്ചിട്ട് നമ്പർ എന്ന് പറഞ്ഞേ. 90 48 0 73 68. എല്ലാവർക്കും കിട്ടിയല്ലോ ജോജി വെച്ചിട്ട് നമ്പർ. ഓക്കെ, ഇനി അടുത്തൊരു നമ്പർ കൊടുത്തേ. എൻ്റെ പേര് സുജീന്ദ്രൻ. സുജീന്ദ്രൻ. 94 94 47 89 89 89 24 24 12. 12. ഒരു കാര്യം ചെയ്യാം, ആദ്യം പറഞ്ഞ ആളുടെ നമ്പർ ഒന്ന് പറയാം. റോയുടെ 82 81 32 42 26. കറക്റ്റ് അല്ലേ റോയ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സുജീന്ദ്രന്റെ നമ്പറിലോട്ട് പോവാം. സുജീന്ദ്രൻ നമ്പർ എത്രയാ? 94 47 89 24 12. ഞാൻ ഇനി ഒരു നമ്പർ പറയാം. കോമഡി ഉത്സവത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ വിളിക്കേണ്ട നമ്പറാണ്. ഓക്കെ, 81 81 11 11 99. ഈ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഈ നമ്പർ എന്റെ കയ്യിലുണ്ടെന്ന് മുഴുവനൊന്ന് പറഞ്ഞേ. 81 11 99 12 49. കോമൺ പാട്ടുകൾ പറഞ്ഞാൽ അദ്ദേഹം ആ പാട്ടിന്റെ നമ്പർ പറയും. കോമൺ ക്രിസ്ത്യൻ സോങ് പറഞ്ഞാൽ ആ പാട്ടിന്റെ നമ്പർ കൃത്യമായി. പാട്ടിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ സീരിയൽ നമ്പർ, ഞങ്ങളുടെ പുസ്തകത്തിലുള്ള ആ പാട്ടിന്റെ സാധാരണ പാടുന്ന പാട്ടുകളുടെ സീരിയൽ നമ്പർ അദ്ദേഹം പറയും. ഓക്കെ, ഇത് കൺവെൻഷൻ ഗീതങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പൊ ഇതിനകത്ത് എത്ര എല്ലാം കൂടി 684. നോക്കാനുള്ള ഒരു സമയം തരായിരുന്നു. 684 ഉണ്ട്. അപ്പോ ഒന്നുമില്ലായികയിൽ നിന്ന് തന്നെ അത് ഏതാ നമ്പർ? 360. 360. നോക്കട്ടെ. ഇപ്പൊ പറഞ്ഞതാ ഒന്നുമില്ലായികയിൽ നിന്ന് തന്നെ 360. ശരി, അതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. 76 ഏത് പാട്ട്? എന്നെ തുടിക്കുവാൻ ജെവി പീറ്റർ. എഴുതിയ ആളിന്റെ പേരാണ് പറഞ്ഞത്, ജെ.വി. പീറ്റർ. എണ്ണി എണ്ണി സ്തുതിക്കാൻ എണ്ണമില്ല കൃപകളില്ല. ഒരു നമ്പർ പറഞ്ഞേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ അതിൻ്റെ അകത്തുണ്ടോ? 188 ദൈവസ്നേഹം. ഇത് മറിക്കാൻ പോലും അതിൽ കൂടുതൽ സമയം എടുക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിട. ഈ പറഞ്ഞ ഒരു സത്യം പറഞ്ഞാലല്ലേ, ഒരു കമ്പ്യൂട്ടർ തന്നെ അല്ലെങ്കിൽ അതിലും മുകളിൽ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഭയങ്കര ടാലന്റഡ് ആണ് കേട്ടോ. അപ്പൊ ചേട്ടാ ഇത് കണ്ടില്ലേ, ഇത് എന്ന് പറയുന്നത് വേറൊരു ലെവലിലാണ്. നമ്മളൊന്നും ചിന്തിക്കുന്ന രീതിയിലേ അല്ല ടോണി ചിന്തിക്കുന്നത്. ടോണി ചിന്തിക്കുന്നത് വേറൊരു തലത്തിൽ നിന്നാണ്. ചേട്ടാ, ടോണി നമ്മുടെ ഇന്ത്യയുടെ സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. അപ്പൊ ബാക്കിയുള്ളവരെ നമ്മള് ടോണിയിൽ നിന്നുപോയി അല്ലേ ശരിക്കും. ടോണിക്ക് ഒരു ഉഗ്രം കൈയ്യടി കൊടുത്തേ. അച്ചോ, നമുക്കിനി ബാക്കിയുള്ളവരെയും കൂടി പരിചയപ്പെടാം അല്ലേ അച്ചോ? അപ്പൊ അതാ 2 ഡാൻസേഴ്സ് ആണ് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ. അപ്പൊ ആദ്യം ആരെ കളിപ്പിക്കാം നമുക്ക്? അവിടെ നിന്ന് കാണിക്കാം. ഇതാണ് അവരുടെ സ്നേഹം. സുബിയുടെ ഡാൻസ് ലേഡീസ് ഫസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് സുബിയെ വെച്ച് ഡാൻസ് ചെയ്യാം അല്ലേ.
പഥികനെ കൊല്ലരുതേ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി. യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ, യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി. ദൂരത്തൊരു കുന്നിന്മേൽ ചേലൊത്തൊരു കുടിലിനുള്ളിൽ നാടുന്നൊരു തൊട്ടിൽ കണ്ട് യാത്രയായി. മനസ്സിൽ കൺമണി തൻ കണ്ണിൽ നോക്കി യാത്രയായി. വേഗം വിടത്താനായി കൺമണിയെ കാണാനായി താരാട്ടും മൂളി താതൻ യാത്രയായി. തനിയെ ഇടവഴിയെ ഭാണ്ഡവുമായി യാത്രയായി. ആരാരും ഇല്ലാ വഴിയിൽ തിര തേടും കഴുകക്കൂട്ടം ആമാടപ്രാവിന് റാഞ്ചാൻ കാത്തു നിന്നു. കള്ളന്മാരഞ്ചു പേരാത്തിയോടാ വഴി പാത്തു നിന്നു, വഴിയിൽ പാത്തു നിന്നു. ഹൃദയം കൊത്തിക്കുടയുന്നു, പ്രാണനായി പിടയുന്നു ആർത്തനായി ആൺപിറാവ്. ചോര വിയർപ്പാക്കി നേടിയതെല്ലാം ആ കള്ളന്മാർ കവർന്നെടുത്തു. ചോര വാർന്ന വഴിയിൽ കിടന്നയാൾ മൃതപ്രായനായി വിജനതയിൽ. ആ വഴി വന്നു പുരോഹിതനെങ്കിലും മറുവഴി തേടി നടന്നു പോയി. ബലിവസ്തു നോക്കാതെ ബലിയർപ്പണത്തിനായി പോകുവോരേ നിങ്ങൾ അന്ധരാണോ? വന്നോരും പോയി കണ്ടോരും പോയി മൂന്നാമനാരോ വരുന്നു മെല്ലെ തൻ കഴുതമേലായി. ശമറായനവൻ ശരവേഗത്തിൽ മുറിവേറ്റ സഹജന്റെ നേരെ നോക്കി താങ്ങി മടിയിലേറ്റി. എണ്ണയാൽ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതപ്പുറത്തേറ്റി നീങ്ങി. തന്നയൽക്കാരനെ സത്രത്തിലെത്തിച്ചു പരിചരിക്കാൻ പണം നൽകി. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി. ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ, ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ. സുബിയിലേക്ക് വരാം. സുബിക്ക് മുമ്പ് നമുക്ക് ചാൾസിന്റെ പെർഫോമൻസ് കൂടി
இங்க இருக்கிற அழுக்க உருவாக்கி இந்த அழுக்குலயே ஊறி போனதோ இவனுங்கள மாதிரி ஆளுங்க. இவனுங்களெல்லாம் பார்த்தாலே விரட்டி விரட்டி வெளுக்க தோணுது, வந்து விரட்டி விரட்டி வெளுக்க தோணுது, அதிகாரத்திமிர பணக்கார பவர தூக்கி போட்டு மிதிக்க தோணுது. ആശാഭവനിൽ നിന്ന് ഒരാളും കൂടി വന്നിട്ടുണ്ടല്ലേ? ആശാഭവനിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. ഒന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. പ്ലീസ് കം ഓവർ. പിന്നെ ഞങ്ങളുടെ സുനിൽ. ഇവരെ ഒരിക്കലും ചലഞ്ച്ഡ് എന്ന് വിളിക്കാനേ പറ്റില്ല. ഇവരെ വിളിക്കേണ്ടത് ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് തന്നെയാണ്. യാതൊരു സംശയമില്ല. അതും നമുക്കില്ലാത്ത എബിലിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. 3 പേരും അല്ലേ, ഒന്നിനൊന്ന് വെച്ച്. ചിഞ്ചടാ, അച്ഛൻ്റെ കയ്യിൽ എത്ര പേരുണ്ട് ഇതുപോലെ? 60 പേരും ഇതുപോലത്തെയാണ്. ഒരച്ഛനല്ല കേട്ടോ, ഒരു 1.5 അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇത്രയും കാലം ആശാഭവനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇത്രയും കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ കുറവ് ആദ്യം കാണുമ്പോൾ മാത്രമാണ്. പക്ഷെ അവർ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ മറന്നു പോവാണ്. കാരണം സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ സുബിയുടെയൊക്കെ ഡാൻസിലേക്ക് ചെല്ലുമ്പോഴേക്കും കറക്റ്റ് റിതം, ടൈമിങ്ങും സെൻസും ആക്ഷൻസും എല്ലാം ഒരു പ്രൊഫഷണൽ ഡാൻസറിൻ്റെയാണ്. ഇപ്പൊ ചാൾസ് പെർഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ചാൾസിന്റെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മളത് മറന്നു പോകും. ടോണി എപ്പോഴും ചിരിക്കുന്നുണ്ട്, ടോണിക്ക് സന്തോഷം എപ്പോഴും അല്ലേ? ടോണി സുബി ചാൾസ് ആറ്റിറ്റ്യൂഡിലാണ്, അത്രേ ഉള്ളൂ. അതെ, ഡാൻസേഴ്സിന് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. വേറെ എവിടെയും പോവാതെ കോമഡി ഉത്സവത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്നാണ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്. ഇതുവരെ അങ്ങനെ ഞങ്ങൾ പുറത്തൊരു മത്സരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിലോ പോയിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഇവർ തന്നെ കഴിഞ്ഞ വർഷം തുടങ്ങി, ഇവർ തന്നെയാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്ത് നടത്തുന്നത്. 2.5 മണിക്കൂർ സ്റ്റേജ് ഷോ, മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന എഫദ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മലയാള സിനിമയിൽ 2 സൂപ്പർ സ്റ്റാറുകളാണ് മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന 2 പേര്. ഇനിയിപ്പോൾ കോമഡി ഉത്സവത്തിൽ ഇത്രയും കണ്ടിട്ട് പ്രേക്ഷകരുടെ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി പോകുന്ന ഒരാളാണ് അച്ഛൻ. കാരണം അത്രയധികം ആൾക്കാർ അച്ഛൻ ഇഷ്ടപ്പെട്ടെന്നുള്ളതാണ്. ടോണി, സുബി, ചാൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ എനർജി അങ്ങോട്ട് കൂടിയിട്ട് ഏത് പാട്ടിട്ടാലും ഞാൻ തകർത്ത് കളയും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ചാൾസിന്റെ. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇവരെ പഠിപ്പിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ? പ്രൊഫഷണലി ആരും പഠിപ്പിച്ചിട്ടില്ല, ഇതുവരെയും പഠിപ്പിച്ചില്ല. അവരുടെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചത് മാത്രമേ ഉള്ളൂ. സുബിയുടെ ഡാൻസൊക്കെ വളരെ മനോഹരമായിരുന്നു. ടിനി പറഞ്ഞ പോലെ നമ്മളൊരു പാട്ടിട്ട് അതിൻ്റെ ഋതമൊക്കെ കറക്റ്റായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു. ഈ ടെലികാസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ 3 പേരുടെയും മുഖം പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ആശാഭവനിൽ ഇനി ഒരുപാട് ആൾക്കാർ, ഞങ്ങളും ഒരു സമയം കിട്ടുമ്പോൾ അവിടേക്ക് വരാം. ഈ 60 പേരെയും കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ, ഭയങ്കര എനർജി ആയിരുന്നു. ടിനി എണ്ണം പറഞ്ഞ പോലെ സുബി ഉഗ്രനായിരുന്നു കേട്ടോ. ഒരു അർജന്റീന ടീമിന്റെ വലിയൊരു ആരാധിക വന്നിട്ട് ടീം ജയിച്ചപ്പോൾ ഒരു സ്പിരിറ്റിൽ കളിക്കില്ലേ, അതുപോലെ തലമുടിയിൽ വരെ ഉണ്ട് അർജന്റീനയുടെ. പിന്നെ ടോണി ഉഗ്രനായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നമ്പർ ഞാനൊരു 7-8 ദിവസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്, എൻ്റെ സ്വന്തം നമ്പർ. അച്ഛാ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും. അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്കും വേണം. ഇനി ആശാഭവനിലേക്ക് നമ്മളെ എത്തിച്ച ആളെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. നമ്മുടെ ദുബായ്ക്കാരനാണ്, കോമഡി ഉത്സവത്തിന്റെ വലിയ ആരാധകനാണ്. ലെറ്റ്സ് വെൽക്കം ഷാജേടൻ. ഇന്ന് പുള്ളി ഇവിടെ വന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അല്ലേ ചോ? പുള്ളി ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നേരത്തെ പെർഫോം ചെയ്ത ഒരാളാണ്. പുള്ളി ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പം എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ബിസിനസ്സുകാരനൊന്നുമില്ല, ഞാനൊരു ശമ്പളക്കാരനാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ ആളാണ്. അപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ വിളിച്ചു. ഇദ്ദേഹം അന്ന് യൂറോപ്പിൽ ടൂറിലായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നോടെ വിളിക്കാൻ തോന്നുന്നു. തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അത് ശരിയാക്കാനുള്ള എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അല്ലെ അത് കിട്ടിയ ആളിനെയും കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നമ്മുടെ ഇവിടെ നേരത്തെ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജിജിൽ. ജിജിൽ വിഷ്വലി ഇംപയർഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇത് നൽകിയിരിക്കുന്നത്.
നമുക്ക് ജിജിലിന് അദ്ദേഹം കൊടുത്തത് 1,00,000 രൂപയായിരുന്നു. പക്ഷെ അത് രൂപയായിട്ടല്ല, അദ്ദേഹത്തിന് ഒരു കട ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ലോട്ടറി കട ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ജിജിലിനെയും കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടില്ല. അവര് തമ്മിൽ ആദ്യമായിട്ട് നേരിട്ട് മീറ്റ് ചെയ്യണം ഇപ്പോഴാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കടയിടാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ കേട്ടോ ജിജിൽ. നമ്മുടെ കടയുടെ പേര് ആദ്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അല്ലേ ജിജിലെ? കോമഡി ഉത്സവം ലക്കി സെന്റർ പട്ടണം. നമുക്ക് കോമഡി ഉത്സവം ലക്കി സെന്ററിന്റെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ? അമ്പരപ്പിക്കുന്ന അനുകരണ പ്രകടനങ്ങളുമായി കോമഡി ഉത്സവ വേദിയിലെത്തിയ കലാകാരൻ ജിജിൽ. അന്ധത എന്ന വൈകല്യത്തെ മിമിക്രിയിലൂടെ പരാജയപ്പെടുത്തിയ ജിജിൽ ലോട്ടറി വിൽപ്പനയിലൂടെ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നു. സാമ്പത്തിക പരാധീനത മൂലം തന്റെ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ കുടുംബത്തിന്റെ ഏക അത്താണിയായ ജിജിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി. ജിജിലിന്റെ ജീവിതാവസ്ഥ തിരിച്ചറിഞ്ഞ പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായ ഷാജി ജോൺ എന്ന പ്രവാസി സുഹൃത്ത് ജിജിലിന്റെ ജീവിതത്തിൽ കരുത്തു പകർന്നു. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാവിയോ ഷിപ്പിംഗ് LLC എന്ന തന്റെ സ്ഥാപനത്തിലെ ചാരിറ്റി ഫണ്ടിൽ നിന്നും ഷാജി ജോണും നാവിയോ ഷിപ്പിംഗ് കമ്പനിയുടെ ഡയറക്ടർ സുധീഷ് കൃഷ്ണൻ നായരും ചേർന്ന് ജിജിലിന് സ്വന്തമായി ഒരു ലോട്ടറി സ്ഥാപനം തുടങ്ങുവാനുള്ള സാമ്പത്തിക സഹായം നൽകി. തനിക്ക് കോമഡി ഉത്സവം സമ്മാനിച്ച ഈ സൗഭാഗ്യത്തെ ജിജിൽ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ടാണ് ജിജിലിന്റെ ലോട്ടറി കച്ചവട സ്ഥാപനത്തിന് കോമഡി ഉത്സവം ലക്കി സെന്റർ എന്ന പേരിട്ടതും. ജിജിലിന്റെ ജീവിതത്തിൽ പുത്തൻ വഴിതെളിച്ച മനുഷ്യസ്നേഹികൾക്ക് കോമഡി ഉത്സവത്തിന്റെ നന്ദി. കാര്യം പറയാനുണ്ട്, പറഞ്ഞോട്ടെ. അതായത് എന്നെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ വിനീത് സാറും എൻ്റെ ശിവ് സാറും, പിന്നെ എനിക്കിങ്ങനെ ഒരിത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കട. പിന്നെ ആ സാറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പരിപാടിയുടെ ഏറ്റവും അവസാനം വന്ന സാറാണത്. ആ സാറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ദൈവം ഒരേ പിറവിയൊക്കെ എടുക്കും, ഒരേ അവതാരം എടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി ഞങ്ങളെ ഇതോടെ നെഞ്ചോട് ചേർത്ത് വെക്കാനും ആ സാറിന്റെ വലിയ മനസ്സിന്റെ മുന്നിൽ അവസാനം പറഞ്ഞ ആളല്ലേ? ആരെന്നറിയൂടെ? പേരറിഞ്ഞൂടാ. പേര് മിഥിലാജ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മിഥിലാജ് എന്നാണ്. അദ്ദേഹമാണ് കോമഡി ഉത്സവത്തിന്റെ സംവിധായകൻ കേട്ടോ. അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിന്റെ മുന്നിൽ ജിജിൽ ഈ സാർ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഈ സാറിനും എൻ്റെ കുടുംബത്തിന്റെ എല്ലാവിധ പറയണ്ടേന്ന് പറ്റണില്ല എനിക്ക്. ഒന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞു അല്ലേ ചേട്ടാ? എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ മിഥുന് എൻ്റെ അടുത്ത് ജിജിലിൻ്റെ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ, ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിൽ നാവിയോ ഷിപ്പിംഗ് LLC എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ പ്രോജക്റ്റ് ലോജിസ്റ്റിക്സിൻ്റെ ഹെഡായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫിൻ്റെ മന്ത്ലി സാലറിയിൽ നിന്നും വോളണ്ടറി ആയിട്ട് എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം ഒരു എമൗണ്ട് ഒരു ചാരിറ്റി ഫണ്ടിലേക്ക് കൊടുക്കാറുണ്ട്. അത് അക്യുമുലേറ്റ് ചെയ്ത് ഒരു എമൗണ്ട് ആകുമ്പോൾ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യക്കാർക്ക് നമ്മളത് കൊടുക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും എൻ്റെ ഓഫീസ് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉള്ള പൈസ കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. എൻ്റെ ഓഫീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അച്ഛൻ്റെ കൈ കൊണ്ടല്ലേ അത് കൊടുക്കേണ്ടത്? തീർച്ചയായും നമ്മുടെ ടോണിക്ക് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ടും B-സ്റ്റാറിന്റെ സമ്മാനവും. തീർച്ചയായും ഈ പറയുന്നതാണ് നമ്മൾ കോമഡി ഉത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്ന മൊമെന്റ്സ് അല്ലേ? ഈ പറയുന്ന കണ്ടിരിക്കുന്ന പ്രേക്ഷകനും പെർഫോം ചെയ്ത ആളും അവിടെ നിന്നും പുതിയ കുറേ ടാലൻസിനെയും ആ ടാലൻസിനെ ഏറ്റെടുത്ത് നടത്തുന്ന അച്ഛനും അവരെ സഹായിക്കുന്ന സ്പീച്ച് തെറാപ്പിസ്റ്റും സീനിയർ സ്റ്റാഫും എല്ലാവരും ഒന്നിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് സത്യം പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ കഴിയുന്നത്, നമുക്കിതിൻ്റെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്ട്രുമെൻ്റ് ആവാൻ കഴിയുന്നത്
വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്, യാതൊരു സംശയം. താങ്ക് യു, താങ്ക്സ് അലോട്ട് അച്ഛോ, വന്നതിൽ വലിയ സന്തോഷം. താങ്ക് യു ഷാജേടാ, താങ്ക്സ് അലോട്ട് ജിജിൽ. ലോട്ടറി ഒരെണ്ണം കൊള്ളാമെന്ന് നോക്കി എടുത്തോട്ടെ, നമുക്ക് എടുക്കും കേട്ടോ. മടവൂർ ബാസി നഗറിൽ നിന്ന് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കോമഡി ഉത്സവം? കൊള്ളായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? സൗദിയിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരല്ലേ പന്തളത്തിൽ നിന്നുള്ള 5 പേര് അല്ലേ? വന്നതിൽ വലിയ സന്തോഷം കേട്ടോ, വന്ന് സപ്പോർട്ട് ചെയ്തതിന് വലിയ സന്തോഷം. ചേട്ടാ പറഞ്ഞു കേട്ടാ, നോബി ഇന്നത്തെ ഉത്സവം കൂടി ഇറക്കട്ടെ. അപ്പൊ അടുത്ത ഉത്സവത്തിൽ കാണും വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.